Hi children, ഇന്ന് 10ാം ക്ലാസ്സിലെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠം കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് വരെയുള്ള തർജ്ജമയും അതുപോലെ തന്നെ ഗ്രാമറും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെയാണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള ഈ കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹം എല്ലാ പ്രകൃതിയിലെ ജീവജാലങ്ങളോടും പക്ഷി മൃഗാദികൾ, അതായത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയുടെ ഒരു ഭാഗമാണ് എന്ന് അവകാശപ്പെടുകയും രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് പ്രകൃതിയിലെ ജീവജാലങ്ങളെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് പ്രകൃതിയും അതിൻ്റെ ജീവജാലങ്ങളും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പല രചനകളും എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാസ്യവും പരിഹാസവും കൂടെ ചേർന്ന്, അതായത് ഫലിതത്തിലൂടെയും പരിഹാസത്തിലൂടെയും മനുഷ്യൻ്റെ വിഡ്ഢിത്തങ്ങളെ തുറന്നു കാട്ടുന്നു. മനുഷ്യൻ്റെ വിഡ്ഢിത്തങ്ങൾ, ഫോളീസ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തങ്ങളെ ഹാസ്യത്തിലൂടെയും അതായത് നർമ്മത്തിലൂടെയും, സർക്കാസം എന്ന് പറഞ്ഞാൽ പരിഹാസത്തിലൂടെയുമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ വിഡ്ഢിത്തങ്ങളെ ഹാസ്യത്തിലൂടെയും പരിഹാസത്തിലൂടെയുമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പം ഭൂമിയുടെ അവകാശികൾ, എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ശൈലിയാണ്. അതായത് കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സാധാരണ തനി നാടൻ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ മിക്ക വർക്കുകളും എഴുതിയിട്ടുള്ളത്. അപ്പം കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തനി നാടൻ ഭാഷ. ഡൗൺ ടു എർത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാമർ അതൊന്നും നോക്കൂല, വ്യാകരണം ഇതൊന്നും അദ്ദേഹം നോക്കൂല. തനി നാടൻ ശൈലിയിൽ അങ്ങ് ഏറ്റവും നമ്മൾ പറയില്ലേ തറമട്ടമായിട്ടുള്ള അങ്ങ് ഏറ്റവും ഭൂമിയോട് താഴ്ന്ന രീതിയിൽ, അതായത് അത്രയ്ക്കും ഒരു പരിഷ്കാരവുമില്ലാതെ സാധാരണ ആളുകളുടെ ആ ഒരു ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ കൃതികൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട്, ഉപ്പുപ്പാക്കിറാന ഉണ്ടായിരുന്നു, പിന്നെ ജന്മദിനം, അനർഘ നിമിഷങ്ങൾ, അതുപോലെ ഒത്തിരി ബാല്യകാല സഖി, ഇതുപോലെ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് 1982 ലഭിച്ചു. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. അദ്ദേഹം ജനുവരി 19, 1908 വൈക്കത്താണ് ജനിച്ചത്. അദ്ദേഹം മരിച്ചത് 1994 ജൂലൈ 5-നാണ്. അപ്പം അദ്ദേഹം പ്രശസ്തനായ ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. നല്ല ഫലിത രൂപത്തിലാണ് അദ്ദേഹം വളരെ ലളിതമായി തുറന്ന രീതിയിലാണ് എഴുതുന്നത്. യാതൊരുവിധ കൃത്രിമത്വവും ഇല്ലാതെ ഓപ്പണായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പ്രൊഫൈൽ എഴുതാനായിട്ട് വരാം. അപ്പം നമുക്കത് ഇങ്ങനെ എഴുതാം. വൈക്കം മുഹമ്മദ് ബഷീർ എന്നെഴുതി അണ്ടർലൈൻ ചെയ്യുക. അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ January 19, 1908 at Vaikam, a princely state of Travancore. He was known as Bepur Sultan. He was a famous
short story writer, novelist, freedom fighter, and he also wrote funny stories in open and simple style. Then his famous works are ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, അനർഘ നിമിഷം, ശബ്ദങ്ങൾ, മതിലുകൾ, etc. He was awarded the Padma Shri in 1982. He passed away on 5th July in 1994. ഈ രീതിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രൊഫൈൽ എഴുതാൻ പഠിക്കണം. അപ്പം നമുക്കിനി പാഠത്തിലോട്ട് വരാം. അപ്പം ഇത് ഒരു ഹോമിയോപ്പതി ഡോക്ടർ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. ചിലപ്പോൾ അത് കൂട്ടുകാരോടാവാം, അല്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികളോടാവാം, ആരാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അവരുമായിട്ടാണ് ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയുടെ ആദ്യം പാഠം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അവിടെ ഇരിക്കുന്ന ആളുകളോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, ഈ ഡോക്ടർ ഹോമിയോപ്പതി ഡോക്ടറാണ്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പ് എപ്പോഴെങ്കിലും ചുറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്ന ഒരു കൂട്ടം ആളുകൾ, അതാരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ വിദ്യാർത്ഥികളാവാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം, ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു കൂട്ടം ആളുകളോട് ഇദ്ദേഹം ഹോമിയോപ്പതി ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഉഗ്രവിഷമുള്ള മൂർഖൻ ചുറ്റിയിട്ടുണ്ടോ? പാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചോദ്യം ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചത്. അപ്പം ഞങ്ങളെല്ലാവരും ഇത് കേട്ടപ്പോൾ അങ്ങ് ഞെട്ടി ഇരിക്കുകയാണ്. ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ച് ഇരിക്കുകയാണ്. കാരണം അങ്ങനെ പേടിപ്പെടുത്തുന്നൊരു ചോദ്യമാണ് ഡോക്ടർ ചോദിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കഥ തുടരുകയാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. അത് കേൾക്കാനായിട്ട് കുറച്ച് ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. പാമ്പിനെ കുറിച്ചുള്ള ചർച്ചയുടെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ചോദ്യം ഡോക്ടർ ചോദിക്കുകയും അത് കേട്ട് അവിടെ ഇരുന്നവർ ഞെട്ടുകയും പിന്നെ അത് ആ ഞെട്ടലിനോടുകൂടി തന്നെ ഞങ്ങൾ ഡോക്ടറിനെ എൻ്റെ കഥ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇദ്ദേഹം അത് ഒരു നല്ല ഉഷ്ണ സമയം, അതായത് വേനൽക്കാല സമയത്ത് രാത്രി 10 മണി സമയമായി. അപ്പോൾ ഇദ്ദേഹം അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വന്നു, വീട്ടിൽ വന്നു. അപ്പം അദ്ദേഹം മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇദ്ദേഹത്തിന് പരിചയമുള്ള ശബ്ദമാണ്, എന്നും കേൾക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ട് നല്ല പരിചയമുള്ള ഒരു ശബ്ദം മുകളിൽ നിന്ന് കേട്ടു. അത് എലികളുടെ ശബ്ദമായിരുന്നു. എന്നും കേൾക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. അപ്പം എലികളുടെ ശബ്ദമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എലികളും ഇദ്ദേഹവുമാണ് ആ മുറി പങ്കുവച്ചിരുന്നത്. അപ്പം അത്രയ്ക്ക് പരിതാപകരമായിരുന്നു ആ ഡോക്ടറിൻ്റെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇപ്പം മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വരുമാനമൊക്കെ വളരെ തുച്ഛമാണ്. മീകറെന്ന് പറഞ്ഞാൽ തുച്ഛമാണ്. അപ്പം എലികളുമൊത്താണ് ഇദ്ദേഹം മുറി പങ്ക് വെച്ച് ഇരുന്നത്. അപ്പം അദ്ദേഹത്തിന് വേറെ വരുമാനങ്ങളൊന്നുമില്ല. മെഡിക്കൽ പ്രാക്ടീസ് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. വരുമാനമൊക്കെ വളരെ കുറവാണ്. അങ്ങനെ അദ്ദേഹം മുറിക്കകത്ത് കയറി തൻ്റെ തീപ്പെട്ടി എടുത്ത് കത്തിച്ചിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു.
ആ മുറി എന്ന് പറയുന്നത് കറണ്ടൊന്നും ഇല്ലാത്ത മുറിയാണ്, പവർ സപ്ലൈ ഒന്നുമില്ല. അതൊരു കൊച്ചു വാടക മുറിയാണ്. വാടകയ്ക്കാണ് ഈ ഡോക്ടർ താമസിക്കുന്നത്. അദ്ദേഹം ഇപ്പം മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വരുമാനമൊക്കെ വളരെ കുറവാണ്. അദ്ദേഹത്തിന് ആകെ 60 രൂപ മാത്രമേ സ്യൂട്ട് കേസിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ആകെയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മുണ്ടും ഷർട്ടും പിന്നെ ഒരു കറുത്ത കോട്ട്, ഒരു സോളിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കോട്ടേ ഉള്ളൂ. ആ കോട്ടാണ് അദ്ദേഹം അപ്പോൾ ധരിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ കറുത്ത കോട്ടും പിന്നെ വെള്ളക്കോട്ടും എല്ലാം ഊരി അശയിലിട്ടു. പിന്നെ അത്ര വെളുപ്പല്ലാത്ത ഒരു ബനിയനും ഊരി അശയിലിട്ടു. ടുക്ക് ഓഫ്, അത് പ്രൈസൽ വെർബാണ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ മൂരി മാറ്റി. കറുത്ത കോട്ടും അതുപോലെ തന്നെ വെള്ള ഉടുപ്പും പിന്നെ അത്ര വെള്ളയല്ലാത്തത്, അത് അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു ബനിയനും അദ്ദേഹം ഊരി ആശയിലിട്ടു. എന്നിട്ട് അദ്ദേഹം ഭയങ്കര ചൂടാണ്, 2 ജനലുള്ള മുറിയാണ്, അത് തുറന്നിട്ടു. എന്തിനാണ്? കാറ്റ് കിട്ടാനായിട്ട്. അപ്പം അത് ആ മുറി എന്ന് പറയുന്നത് പുറത്തോട്ട് ഇരിക്കുന്ന മുറിയാണ്, ഔട്ടർ റൂമാണ്. അതിൻ്റെ ഒരു ചുവര് തുറന്നു കിടന്ന മുറ്റത്തെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. തുറന്നു കിടക്കുന്ന മുറ്റത്തിനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വെളിയിലേക്കുള്ള ഒരു മുറിയാണ്, വെളിയിലോട്ട് ഇരിക്കുന്ന ഒരു മുറിയാണ്. അതിൻ്റെ ഒരു ചുവരെന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന വരാന്തയെ അഭിമുഖീകരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്, അതിൽ ഓട് പാവിയ മേൽക്കൂരയാണുള്ളത്. വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗേബിൾസ്. ഗേബിൾസ് എന്ന് പറഞ്ഞാൽ ത്രികോണാകൃതിയിലുള്ള മുഖപ്പ്. ത്രികോണാകൃതിയിലുള്ള മുഖപ്പോടുകൂടിയ, അതായത് ടൈല് ഓട് മേഞ്ഞ മേൽക്കൂരയുള്ള. ഗേബിളെന്ന് പറഞ്ഞാൽ ത്രികോണാകൃതിയിലുള്ള മുഖപ്പാണ്, ഒരു വീടിൻ്റെ മുഖപ്പ്. അപ്പം ത്രികോണാകൃതിയിലുള്ള മുഖപ്പാണുള്ളത്. പിന്നെ മേൽക്കൂരയിലെല്ലാം ഓട് പാകിയിട്ടുണ്ട്. കൈക്കോലിലാണ് അതായത് ചുവരിൻ്റെ മുകളിലായിട്ട് കൈക്കോലിൻ്റെ ബലത്തിലാണ് ഇത് നിൽക്കുന്നത്, ഈ കെട്ടിടം നിൽക്കുന്നത്. അപ്പം മനസ്സിലായെന്ന് തോന്നുന്നു. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്, അതായത് ഓട് പാകിയ മേൽക്കൂര. വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗേബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോൾസ്. അതായത് കൈക്കോലിൽ ആണ് അത് നിൽക്കുന്നത്. ചുവരിൻ്റെ മുകളിലായിട്ട്, കൈക്കോലിൻ്റെ മുകളിലായിട്ട് ത്രികോണാകൃതിയിലുള്ള മുഖപ്പോട് കൂടിയ ഒരു ഓട് മേഞ്ഞ മേൽക്കൂരയുള്ള വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. പിന്നെ മച്ചില്ലാത്തത് കാരണം എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, മച്ചിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം ട്രാഫിക് നടത്തുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുമല്ല അവിടെ കറണ്ടുമില്ല. അപ്പം എലിക്ക് വസിക്കാനായിട്ട് നല്ല ഒരു അനുകൂല സാഹചര്യമാണ്. മച്ചില്ല. അപ്പം കൈക്കോലിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിരന്തരം എലിയുടെ സഞ്ചാരമുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു? പുറത്തോട്ടിറങ്ങി ഒരല്പം കാറ്റ് കൊള്ളാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് നോക്കിയപ്പോൾ വായുദേവൻ അവധിയിലാണ്. അവിടെ ഒരൊറ്റ കാറ്റ് പോലും ഇല്ല. അത്രയ്ക്കും ഉഷ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ഇദ്ദേഹത്തിന് ഫാനൊന്നുമില്ല. വളരെ വളരെ സൗകര്യം കുറഞ്ഞ ഒരു മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം ഇതൊന്നും ഒരു ഹോമിയോ ഡോക്ടറിന് പറ്റിയ ഒരു കണ്ടീഷൻ അല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് വരുമാനം കുറവായത് കാരണം അദ്ദേഹത്തിന് ഇപ്പം
ഇവിടെ താമസിക്കാൻ മാത്രമേ നിർവാഹം ഉള്ളൂ. എന്നിട്ട് ഇദ്ദേഹം വെളിയിൽ നിന്ന് അകത്തേക്ക് വന്നിട്ട് വീണ്ടും മുറിയുടെ അകത്ത് വന്നിട്ട് ഒരു ചെയറിലിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേശയുടെ അടിയിൽ, ബെനീത്ത് എന്ന് പറഞ്ഞ അടിയിൽ നിന്നും ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ബാക്ടീരിയ മെഡിക്ക എന്ന് പറയുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ബുക്കാണ് റെഫറൻസിനൊക്കെ. അത് മേശയുടെ അടിയിലിരുന്ന പെട്ടിയിൽ നിന്നും വലിച്ചെടുത്ത് അദ്ദേഹം ടേബിളിൽ വെച്ചു. എന്നിട്ട് കെറോസിൻ ലാമ്പ് ആ മേശപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കണ്ണാടി ഇരിപ്പുണ്ട്. ആ കണ്ണാടിയുടെ അടുത്ത് ഒരു ചെറിയ ചീപ്പും ഇരിപ്പുണ്ട്. ഇത്രയാണ് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പം അതിൽ സൈഡിലെ ക്വസ്റ്റ്യൻ ആൻസർ, വാട്ട് വാസ് ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്നാണ് ആ ടെക്സ്റ്റിലെ സൈഡിലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ, ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി എന്നാണ് അതിൻ്റെ ആൻസർ. ഹാസ് എ സ്നേക്ക് എവർ coiled round itself around your body. പിന്നെ, what was the familiar sound the doctor heard? The sound of rats. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പം പറഞ്ഞത്. വാട്ട് വാസ് ദ ഫെമിലിയർ സൗണ്ട്? ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് ദ റാറ്റ്സ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഫുൾ ബ്ലഡഡ് കോബ്ര? ക്വസ്റ്റ്യൻ നമ്പർ തിരിഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിക്കോണം. വാട്ട് ഡു യു മീൻ ബൈ ഫുൾ ബ്ലഡഡ് കോബ്ര? ഇറ്റ് മീൻസ് ദ കോബ്ര ഈസ് എ പോയിസണസ് കോബ്ര, enthusiastic and ready to fight. മൂന്ന് ആൻസർ മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്, ഹാസ് എ സ്നേക്ക് എവർ കോൾഡ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി എന്നുള്ളതാണ്. പിന്നെ വാട്ട് വാസ് ദ ഫെമിലിയർ സൗണ്ട്? ദ സൗണ്ട് ഓഫ് റാറ്റ്സ്. പിന്നെ വാട്ട് ഡു യു മീൻ ബൈ ഫുൾ ബ്ലഡഡ് കോബ്ര? ദ കോബ്ര വാസ് എ very poisonous, then enthusiastic and ready to fight. ഇനി ഇതിന് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റൂം ഇൻ വിച്ച് ദ ഡോക്ടർ ലിവ്ഡ് 5 മാർക്കിന് ചോദിക്കാം. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഓൺലൈൻ ക്ലാസ് തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു പാരഗ്രാഫായിട്ട് എഴുതി പഠിക്കുക. എന്നിട്ട് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് വാസ് ദ ടൈം ആൻഡ് വെദർ mentioned in the passage? It was a hot summer night around 10 o'clock. Then what was the familiar sound the doctor heard? It was the familiar sound of rats. What was the financial condition of the doctor? He had only 60 rupees in his suitcase. He had just set up his medical practice. അടുത്തത്, why is it said that the doctor and rats shared the room? ഡോക്ടറിനോടൊപ്പം റാറ്റ്സും ഈ മുറി ഷെയർ ചെയ്തു എന്ന് പറയാനുള്ള കാരണം എന്ത്? So the house in which the doctor lived had no ceiling. There was a regular traffic of rats to and from the deep, and there was also no power supply. That is why it is said that the rats shared the room with the doctor. അതായത് മച്ചില്ല, കഴുക്കോലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും റാറ്റ്സിൻ്റെ നിരന്തരം സഞ്ചാരമായിരുന്നു. മാത്രവുമല്ല ഇരുട്ടുമാണ്, കറണ്ടില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഡോക്ടറും എലികളും മുറി പങ്കിട്ടു എന്ന് പറയാനുള്ള കാരണം. There was no ceiling,
there was a regular traffic of rats to and from the beam. And there was also no power supply. ഇതാണ് അതിൻ്റെ ആൻസർ. I had just set up my medical practice. Medical practice. Begin the sentence with medical practice എന്ന് വരും. അപ്പം ആക്റ്റീവിനെ പാസീവ് ആക്കാനാണ്. അപ്പം മെഡിക്കൽ പ്രാക്ടീസ് ആദ്യം വരണം. മെഡിക്കൽ പ്രാക്ടീസ് ഹാഡ് ജസ്റ്റ് ബീൻ സ്റ്റാർട്ടഡ് ബൈ മീ. I had just started my medical practice. I had just started my medical practice. ഞാൻ ഒന്നുകൂടെ പറയാം. I had just started my medical practice. Begin the sentence with medical practice. Begin the sentence with എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് തന്നിരിക്കുന്നതിനെ പാസീവ് ആക്കാനാണ്. അപ്പം മെഡിക്കൽ പ്രാക്ടീസ് ഹാഡ് ജസ്റ്റ് ബീൻ സ്റ്റാർട്ടഡ് ബൈ മീ എന്നാണ് എഴുതേണ്ടത്. ഇനി ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. പിന്നെ മൈ ഏർണിങ്സ് ആർ വെരി മീഗർ. ഐ ഹാഡ് ഓൺലി 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. ആ പാരഗ്രാഫിന് ആ 4 സെൻറ്റൻസ് എഡിറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് എന്നാണ് ഈസ് എന്ന് തന്നിരിക്കും. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. അവിടെ വാസിന് പകരം ആറോ ഈസോ വേറോ ഒക്കെ തന്നിരിക്കും. അപ്പം നിങ്ങൾ കറക്റ്റ് എഴുതണം. മൈ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. അപ്പോൾ ഈ വാസിന് പകരം ഈസ് ആറ് വേറൊക്കെ തന്നിട്ട് തെറ്റായിട്ട് തന്നിട്ട് എഡിറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചോണം. ദെൻ മൈ ഏർണിങ്സ് ആർ വെരി മീഗർ. മൈ ഏർണിംഗ് എന്ന് മാത്രമേ തന്നിരിക്കുകയുള്ളൂ. അപ്പോൾ ഏർണിങ്സ് എന്ന് എഴുതണം. മൈ ഏർണിങ്സ് വെർ വെരി മീഗർ. ഐ ഹാഡ് ഓൺലി 60 rupees ഓൺ മൈ സ്യൂട്ട് കേസ് എന്ന് തന്നിരിക്കണം. അതിനെ ഇന്നാക്കണം. അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വരും. പിന്നെ പ്രിപ്പോസിഷൻ വെച്ച് എഴുതാനായിട്ട് തൊട്ടടുത്ത പേജിലെ ആദ്യത്തെ പാരഗ്രാഫ് ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം തൊട്ട് വോൾ വരെ. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം തൊട്ട് വോള് വരെയുള്ള ഭാഗത്ത് പ്രിപ്പോസിഷൻസ് വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് പഠിച്ച് വയ്ക്കുക. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. Then I pulled up my bed and got ready to sleep. I pulled up my bed and pulled it close to the wall. അപ്പം അവിടെ ഒത്തിരി പ്രിപ്പോസിഷൻസ് വരുന്നുണ്ട്. അപ്പം ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം തൊട്ട് വോള് വരെയുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ട് അതിൽ പ്രിപ്പോസിഷൻസ് വരുന്നുണ്ട്. അതെല്ലാം പഠിക്കണം. ഫിൽ ഇൻ വിത്ത് പ്രിപ്പോസിഷൻ എന്ന് പറയും. ഒന്നുകൂടി പറയാം. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് വൺ വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അവിടെ വിത്ത് വരുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാഡ് റൂഫ്ഡ് ടൈൽ. ഇറ്റ് ഹാഡ് എ റൂഫ്ഡ് ടൈൽ വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗേബിൾസ്. അവിടെ വിത്ത് വരുന്നുണ്ട്. ദാറ്റ് with a long supporting cables എന്നുള്ളത് അവിടെ വിത്ത് വരുന്നുണ്ട്. that rested on the beam on വരുന്നുണ്ട്. over the wall.
I pulled my bed close to the wall. അവിടെ 2 വരുന്നുണ്ട്. അപ്പം ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം തൊട്ട് വോൾ വരെയുള്ള ഭാഗത്ത് നിന്നും പ്രിപ്പോസിഷൻസ് വരാൻ സാധ്യതയുണ്ട്, അത് പഠിക്കുക. അതുപോലെ ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് തൊട്ട് സ്യൂട്ട് കേസ് വരെയുള്ള ഭാഗത്ത് വാസ്, പിന്നെ വേറ്, പിന്നെ ഏർണിങ്സ്, ഇന്ന് എഡിറ്റ് ചെയ്യാനും വരാൻ സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം പഠിച്ചോണം. പിന്നെ റിപ്പോർട്ടിംഗ് ഉണ്ട്. ഡോക്ടർ ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? ഫ്രണ്ട് ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ദ ഡോക്ടർ ആസ്ക്ഡ് ഹിസ് ഫ്രണ്ട്, അവിടെ WH ക്വസ്റ്റ്യൻ ഇല്ല, അതുകൊണ്ട് വെദർ ചേർക്കണം. വെദർ എ സ്നേക്ക് ഹാഡ്, ഹാസ് ഹാവ് ആവും. വെദർ എ സ്നേക്ക് ഹാഡ് എവർ കോയിൽഡ് റൗണ്ട് എനി പാർട്ട് ഓഫ് ഹിസ് ബോഡി. ഞാൻ ഒന്നുകൂടി പറയാം. ഡോക്ടർ ഹാസ് എ സ്നേക്ക് കോയിൽഡ് around any part of your body? A friend പറയും I have never experienced it. So the doctor asked the friend whether a snake had ever coiled round any part of his body. The friend replied that I have എന്നുള്ള he had. The friend replied that he had never experienced that. ഇറ്റ് അതുപോലെ തന്നെ എഴുതാം. ദിസ് ആണ് ദാറ്റ് ആവുന്നത്. അപ്പം ഐ ഹാഡ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, എവർ വരികയാണെങ്കിൽ അത് ബിഫോർ ആയിട്ട് മാറും. സോ ഐ ഹാഡ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ആവും. ആ രീതിയിൽ റിപ്പോർട്ടിങ്ങിന് വരും. ഇനി കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. ദ ഡോക്ടർ റൈറ്റ്സ് എ ലെറ്റർ ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഡിസ്ക്രൈബിങ് ദ കണ്ടീഷൻസ് ഓഫ് ദ റൂം ഇൻ വിച്ച് ഹി ലീവ്ഡ്. പ്രിപ്പയർ ദ ലൈക്ക്ലി ലെറ്റർ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മളത് ഡോക്ടർ സുഹൃത്തിന് എഴുതുന്ന ലെറ്റർ ആയിരിക്കണം. അപ്പം പ്ലേസും ഡേറ്റും എഴുതുക. ഇപ്പം ഗ്രീൻ വില്ല കോട്ടേജ്, എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം എഴുതുക. ഗ്രീൻ വില്ല കോട്ടേജ്, എറണാകുളം, എന്നിട്ട് ഡേറ്റ് ഇടുക. ഡിയർ ഫ്രണ്ട്. അപ്പം ഡോക്ടർ ഫ്രണ്ടിന് എഴുതുകയാണ് ഗ്രീൻ വില്ല കോട്ടേജ്, എറണാകുളം എഴുതിയിട്ട് ഡേറ്റ് ഇടുക. എന്നിട്ട് മൈ ഡിയർ ഫ്രണ്ട്, ഹോപ്പ് യു ആർ ഫൈൻ. ഐ ആം ഓൾസോ ഫൈൻ ഹിയർ. ദെൻ ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ഷെയർ വിത്ത് യു സം ഇൻട്രസ്റ്റിംഗ് തിങ്സ് വിച്ച് ഐ ആം നൗ എക്സ്പീരിയൻസിങ് എന്നെഴുതിയിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. I live in a small rented room. The house was not electrified then. I had just set up my medical practice. My income is very low. I have only 60 rupees in my suitcase. Then rats, there are so many rats in this room. I have a table and a chair, a long mirror and a comb as my possession. I have only some dhotis and shirts and one black coat with me. I can't afford to buy so many dresses in this condition. Then the room in which I live has 2 windows, and then it had a tiled roof with long supporting cables that rested on the beam over the wall. There was no ceiling. There was regular traffic of rats to and from the beam. Then it is very hot inside. Then
All these things you can write. After writing all the descriptions of that particular room, you can, in the last paragraph you can write, I expect your reply soon. Convey my regards to all in your house. Then yours affectionately, yours faithfully, അങ്ങനെയൊക്കെ എഴുതാം. എന്നിട്ട് നിങ്ങളുടെ ഒപ്പമല്ല എഴുതുന്ന, ഡോക്ടറിൻ്റെ പിന്നെ ഒരു ഒപ്പ്, ഡോക്ടർ ഏതെങ്കിലും ഒരു പേരെഴുതി ഒപ്പിടാം. യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അങ്ങനെയൊക്കെ എഴുതാം. ഇപ്പോൾ ഡോക്ടർ ഫ്രണ്ടിനാണ് എഴുതുന്നത്. അപ്പം ആ റൂമിൻ്റെ കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഡോക്ടർ തൻ്റെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ എഴുതാൻ ഓൺലൈൻ ക്ലാസ്സിൽ തന്നിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾ എഴുതി വയ്ക്കുക. എഡിറ്റിങ്, പ്രിപ്പോസിഷൻ, റിപ്പോർട്ടിങ്, പിന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 5 ക്വസ്റ്റ്യന്, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ. പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കി എഴുതുക. ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വാസ്, ഹാസ് എ സ്നേക്ക് എവർ കോൾഡ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി എന്നാണ്. പിന്നെ വാട്ട് വാസ് ദ ഫെമിലിയർ സൗണ്ട് എന്ന് പറഞ്ഞാൽ ദ ഫെമിലിയർ സൗണ്ട് ഓഫ് റാറ്റ്സ്. ഫുൾ ബ്ലഡഡ് കോബ്ര, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ദ കോബ്ര വാസ് എ പോയിസണസ് കോബ്ര, enthusiastic and ready to attack. നല്ല ചുറുചുറുക്കോടെ നിൽക്കുന്ന ഉഗ്രവിഷമുള്ള, അതായത് എപ്പോൾ വേണോ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു ഉഗ്രവിഷമുള്ള പാമ്പെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ, അടുത്ത ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം എഴുതി വയ്ക്കുക. അപ്പോൾ അടുത്ത 5 പാരഗ്രാഫ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇത്രയും എഴുതി വയ്ക്കുക. താങ്ക് യു.